എന്റെ കാര്യം കൂടി പറഞ്ഞോളൂ തന്റെ ദൈവത്തോട്. എന്തിനാ പറയുന്നേ? ഇയാൾക്കതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ കുറച്ചു ദൂരം സൈക്കിളില്? ഏയ് ഞാനില്ല, ആരെങ്കിലും കാണും. ഇവിടെ അങ്ങ് ആരുമില്ല, നീ വാ കേറ്. വാ നീ. അവിടെ ഇവിടെ. പിടിച്ചിരുന്നോ? പതുക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു. പറ്റിയോ? മുറിഞ്ഞല്ലോ. ഞാൻ നടന്നു പോയിക്കോളാം. ഇനി വീടില്ല, ഞാനല്ലേ പറഞ്ഞു. വാ സൂക്ഷിച്ച്. മതി, ഇനി ഞാൻ നടന്നു പോയിക്കോളാം. പോട്ടെ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55. അമ്മേ, 56, കണ്ണൊന്ന് തെറ്റിയാ മതി, എണ്ണം തെറ്റിക്കാൻ. 59, 60, 61, 62. എന്താ മോളെ നിന്റെ കയ്യില്? 64. വരുന്ന വഴി കല്ലിത്തട്ടി വീണതാ. വേഗം ചെന്ന് മുറിവ് വഴി മരുന്നിട. 69, 70, 71, 72, 73, 74, 75, 76, 77, 78. അമ്പലത്തിൽ നിന്ന് വരണ വഴിക്ക് മോളൊന്ന് വീണു. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ യാത്ര? സൈക്കിളോ? വെറുതെ വീണതൊന്നുമല്ല, ഉണ്ണിയുടെ ഒപ്പം സൈക്കിളിലായിരുന്നു യാത്ര. തെക്കേടത്തെ മീനാക്ഷിയുടെ ചെക്കനായിട്ടുള്ള പരിചയം പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്റെ മോൾ അതിലപ്പുറം എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിയേക്കണം. അതൊന്നും താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല മോളെ. ചന്ദ്രമാമ വീട്ടിൽ വന്നിരുന്നു. അടുത്താഴ്ച മകൻ വരുന്നുണ്ടത്രേ. ഈ വരവി കല്യാണം നടത്താന്ന് അച്ഛൻ വാക്കുകൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന്? അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാവുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ബോംബെന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ, കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുതു മുടങ്ങണം. അച്ഛനെ അമ്മയെ പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യാ? കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. പത്തുമണിയാകുമ്പോ ഉണ്ണിയേട്ടന് എത്തുമെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല.
ആ താടി അങ്ങോട്ട് കളഞ്ഞോളാ. മീശ അവിടെ നിന്നോട്ടെ കേട്ടോ. ഓ. മോള് വന്നപ്പോ ആളാകെ മാറിപ്പോയല്ലോ. ഇതൊരു പുതിയ ജന്മ ശങ്കരപ്പിള്ളേ. ആ വീട്ടിൽ കയറണല്ലേ? പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ സീതയെ ഒന്ന് കാണാനാ. പഴയ കാര്യങ്ങളൊക്കെ ഞാനതൊക്കെ അന്നേ മറന്നെന്റെ രാഘവൻ നായര്. ഞാനും ഒന്ന് പുറത്തേക്കാ. നാടും നാട്ടുകാരെ കണ്ടിട്ട് എത്ര കാലായി. എന്നാ ഞാൻ നടക്കട്ടെ. അസുഖമൊന്നുമില്ലല്ലോ തിരുമേനി? ഏ സുഖല്ലേ? ആ